ശശി തരൂരാണ്. ശശി തരൂർ അറിയാം നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് കോൺഗ്രസിൽ നിന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിലെ രാഹുൽ ഗാന്ധിയായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് 2 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരുമായിട്ട് ഒന്നിച്ചുള്ള ചിത്രവും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, നല്ല രീതിയിൽ ഇനി പാർട്ടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് തരൂർ പറഞ്ഞത്. നമുക്കറിയാം, ഈ അടുത്ത് കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി അവിടെ ശശി തരൂരിൻ്റെ പേര് പരാമർശിച്ചിരുന്നില്ല. അതുകൂടാതെ തന്നെ AICC നേതാക്കളുടെ ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിൽ തരൂർ പിന്നീട് പങ്കെടുക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമീപകാലത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പലതരത്തിലുള്ള ലേഖനങ്ങൾ അല്ലെ പ്രസ്താവനകൾ ഇതെല്ലാം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നിലധികം വട്ടം പലവട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുൻനിർത്തിയായിരുന്നു ശശി തരൂർ പാർട്ടി വിട്ടേക്കുമെന്നുള്ള ചർച്ചകൾ കൂടി നടന്നിരുന്നു. ഈ സമീപകാലത്ത് CPM-ലേക്ക് തരൂർ വരുമെന്നുള്ള ചർച്ചകൾ നടക്കുകയും തരൂർ തന്നെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. തരൂരിലേക്കാണ് ആദ്യം. നിഷാദ്, നമുക്കറിയാം തരൂരിന് ഇത്രയധികം പ്രസ്താവനകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഹിന്ദുത്വയ്ക്ക് പ്രേരകമാകുന്ന പ്രസ്താവനകൾ നടത്തിയിട്ട് പ്രധാനമന്ത്രിയെ പൂഴ്ത്തിയിട്ട് അങ്ങനെയുള്ള ഒരു തരൂരിനെ വീണ്ടും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു കോൺഗ്രസ്, അതിനെങ്ങനെയാണ് കാണുന്നത്? തരൂർ വളരെ സ്ട്രാറ്റജിക്കലിയാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് സർക്കാരിനെ ഒരു നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതിനെ പിന്തുണയ്ക്കണമല്ലോ, മോശം ചെയ്താൽ മോശം പറയാമല്ലോ എന്ന് പറയുക വഴി ചില ഘട്ടത്തിൽ മോദിയെ പ്രശംസിച്ചും എന്നാൽ അടിസ്ഥാനപരമായി ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം കളിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. പൂർണ്ണമായും വിട്ടുപോയി അപ്പുറത്ത് പിന്തുണയ്ക്കുന്ന തൃശ്ശൂർ മേയറെ പോലൊന്നും അദ്ദേഹം പെരുമാറി കണ്ടിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ന്യായം തരൂരിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. തരൂർ ഒരു അസ്വസ്ഥനാണ്, അത് വസ്തുതയാണ്. തരൂർ UN-ലൊരു പ്രധാനപ്പെട്ട കസേരയിലിരിക്കുന്നു, അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, ആദ്യമായിട്ട് മത്സരിക്കുന്ന അദ്ദേഹം ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന തന്നെ അദ്ദേഹം ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ്, ജയിക്കുന്നു, മന്ത്രിയാവുന്നു. അങ്ങനെ അതിൻ്റെ ഒരു പ്രിവിലേജ് അനുഭവിച്ചു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം നിരന്തരമായിട്ടൊരു പരാജയത്തിൻ്റെ വശത്ത് നിൽക്കുകയും ആ പാർട്ടിക്ക് അധികാരമില്ലാതാവുകയും അദ്ദേഹത്തിന് കൊടുക്കാൻ ആ പാർട്ടിക്ക് ഒന്നുമില്ല, ആ പാർട്ടിയുടെ കയ്യിൽ. ആ പാർട്ടിക്ക് ആകെ കുറച്ച് സംസ്ഥാനങ്ങളിലെ ഭരണം മാത്രമേ ഉള്ളൂ, ദേശീയ തലത്തിൽ അധികാരമൊന്നും ഇല്ലാതിരിക്കെ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ പോയിരുന്ന് അതിൻ്റെ നയരൂപീകരണത്തിൽ പങ്കെടുക്കുക, അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയല്ല. ആ ഒരു നിരാശ കക്ഷിയെ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ആ നിരാശ ബാധിച്ചപ്പോഴാണ് പുള്ളി കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ താനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടേണ്ടതാണ്. നോക്കൂ, ഒരു തവണ പരാജയപ്പെട്ടു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിരുന്നിട്ട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഇഷ്യൂവാണ്. അപ്പോൾ ഒരു ഭയങ്കര പ്രോമിസിങ് ലീഡർഷിപ്പ് ഞാൻ കൊടുക്കാം, എന്നെയാണ് പരിഗണിക്കേണ്ടത്, നിങ്ങൾക്ക് രണ്ടാമത് അധികാരത്തിൽ വരാൻ പറ്റിയില്ലല്ലോ എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അതിൻ്റെ ഭാഗത്തെ ഒരു കേരള പര്യടനമൊക്കെ നടത്തി. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോകുന്നു, NSSൻ്റെ ഓഫീസിൽ പോകുന്നു, എല്ലായിടത്തും പോയി കാണുന്നു. കുറേ ആൾക്കാർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്നെയാണ് പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം വിചാരിച്ചു. ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ അങ്ങനെ അധികം ധാരണയില്ലാത്ത ആളാണല്ലോ. പക്ഷേ അതും ഉണ്ടായില്ല. ആ നീരസം അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിരന്തരമായ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ പക്ഷേ മല്ലികാർജ്ജുൻ ഖർഗെയുമായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടും കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു. ആ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഒരു ശാഠ്യം, നിങ്ങൾ വന്ന് നിന്നേ പറ്റൂ എന്ന് പേടിപ്പിച്ച് നിർത്തിയൊന്നുമില്ല, അദ്ദേഹത്തിനും അതേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അതാണ്. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് തെറ്റിയിട്ട് അദ്ദേഹം എവിടെ പോകും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോവുക, CPM-ൻ്റെ കൂടെ പോകുക എന്ന് വെച്ചാൽ പോകുമ്പോൾ രസം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ ട്രെൻഡ് എന്നാണ് ഏറ്റവും അവസാനം ഈ ഞാനില്ലാത്ത കോൺഗ്രസ് ലീഡർഷിപ്പിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിചാരിക്കുകയും പറയുകയും പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോർമൽ കേസിൽ CPM-ഉം LDF-ഉം വൻ വിജയം നേടേണ്ട, അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ വിജയം നേടേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവർ പരാജയപ്പെട്ടു പോയി. സോ ഇവിടുത്തെ കോൺഗ്രസിനെ ഇനി വെല്ലുവിളിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവണം. ജനം ഇവിടുത്തെ കോൺഗ്രസിനെയും UDF-നെയും വാല്യൂ ചെയ്യുന്ന ഒരു മൊമെൻ്റാണിത്. ഈ മൊമെൻറ്റിൽ അദ്ദേഹം എന്ത് പറഞ്ഞിട്ട് കലഹിക്കും എന്ന പ്രശ്നമുണ്ട്. എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം നിൽക്കണമെങ്കിൽ അധികാരമുള്ള സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കണമല്ലോ. ആ പവറിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ജനം ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് UDF-നെയാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ട് CPM-ൻ്റെ കൂടെ പോയാൽ CPM ഇപ്പോൾ ഒരു ഭരണം ആൻറ്റി ഇൻകംബൻസിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. തിരുവനന്തപുരം പോലൊരു സ്ഥലത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളുടെ പേരിൽ ഭയങ്കരമായ ക്ഷീണത്തിലാണ് ലെഫ്റ്റ് ഉള്ളതെന്ന് കാണാം. അപ്പോൾ അദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി ഇപ്പോൾ ദേശീയ തലത്തിൽ പോയാലും BJP-യിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമി അദ്ദേഹത്തിൻ്റെ കേരളമാണെന്ന് ഓർക്കണം. കേരളം അദ്ദേഹത്തെ അവഗണിച്ച് കളയും. അതാണ് കുഴപ്പം. അദ്ദേഹത്തെ കൊണ്ടുവന്നതാരാണ്? അദ്ദേഹം നിന്ന സ്ഥലം ഏതാണ്? ഏത് സ്ഥലമാണ് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തത്? ഒരു സെക്യുലർ സ്പേസാണ് അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ കൈയടിയിട്ടുള്ളത്. അദ്ദേഹം നാളെ BJP-യിൽ പോയി ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് പിന്നെ എവിടെ വന്നിട്ട് അദ്ദേഹം നിൽക്കും, എവിടെ ജയിക്കും, ഏത് മലയാളി അദ്ദേഹം അഭിമുഖീകരിക്കുമ്പോഴുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, കോൺഗ്രസ് അദ്ദേഹത്തെ നിലനിർത്താൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ഇപ്പോൾ ഒരാളെ പുറത്താക്കി എന്ന രക്തസാക്ഷി പരിവേഷം കൊടുക്കുക, ആ പരിവേഷം കൊണ്ട് മോദി നാട് മുഴുവൻ നടക്കുകയും ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിച്ച, ദേശീയതയ്ക്ക് വേണ്ടി സംസാരിച്ച, ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി സംസാരിച്ച, ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് അഭിമാനം കൊണ്ട ഒരാളെ രാഹുൽ ഗാന്ധി ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയും ഇവർ. ആ പറച്ചിലും അത് എൻഗേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവരതിനകത്ത് പരമാവധി ഒരു സമീപനം എടുത്തത്. KV തോമസിൻ്റെ കാര്യത്തിൽ പോലും സ്വീകരിച്ച സമീപനം അതായിരുന്നല്ലോ. അപ്പോൾ അതാണ്.
പക്ഷേ ഇതിനിടയ്ക്ക് ഒരു മീറ്റിംഗ് പോയിന്റ് സാധ്യമായിരിക്കുന്നതാണ്. അതായത് തരൂരിൻ്റെ അങ്ങോട്ട് പോകാൻ അങ്ങോട്ടും ഇല്ല ഇനി തൽക്കാലത്തേക്ക്. തരൂർ ആ നിലയ്ക്കൂടെ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. കോൺഗ്രസിനെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ രണ്ടുപേർക്കും ഇടയിലുള്ള ദീർഘദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു മീറ്റിംഗ് പോയിന്റ് രൂപപ്പെടുന്നു. അവർ ഒരുമിച്ചിരിക്കുന്നു, നിങ്ങളെയും പരിഗണിക്കാം, നിങ്ങളെ ഒരുമിച്ച് വേണം, നിങ്ങൾ സ്റ്റാർ ക്യാമ്പയിനാണെന്നൊക്കെ പറയുന്നു. ആ പോയിന്റിൽ ഒരു സമാധാനമായിരിക്കുന്നു. പിന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ചിരുത്തി നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ തന്നെയാണ് വലിയ ആളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. അങ്ങനെ എനിക്കിതിനെ കാണാൻ തോന്നുന്നുള്ളൂ. അജിംസ്, ഇപ്പോൾ ഈ അടുത്ത് നടന്ന കോൺഗ്രസിൻ്റെ അതിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിറ്റിംഗ് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നിരുന്നു. ഇന്നത്തെ ഇപ്പോൾ ചർച്ച നടന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തരൂരിന് മുന്നിലേക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇവർ വെച്ചിട്ടുണ്ടാകുമോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തരൂരിന് ഒരു ഇളവ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ തരൂരിന് മത്സരിപ്പിച്ചേക്കാം, ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ വേണ്ട വിധത്തിൽ പരിഗണിക്കാം. കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടാകില്ലേ? ഇല്ല, നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച കേട്ട വാർത്ത എന്താണ്? തരൂർ CPM-ലേക്ക് പോകുന്നുള്ളതാണ്. ദുബായിൽ വെച്ച് എന്തോ ഒരു മീറ്റിംഗ് നടന്നു എന്നുള്ളൊരു വാർത്തയെ കേട്ടിരുന്നു. ആ വാർത്തയൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല. ഒന്നുകിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ടാകാം, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടിയുള്ള കൃത്രിമമായി വാർത്ത പ്ലാൻ ചെയ്യുന്നതാകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ഭരണത്തിൽ വിജയിച്ച ആളുകളുടെ ഒരു മീറ്റിംഗ് കൊച്ചിയിൽ നടന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത മീറ്റിങ്ങിൽ വേദിയിലിരിക്കുന്ന എല്ലാവരെയും അക്നോളജ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തരൂരിൻ്റെ പേര് പറഞ്ഞില്ല രാഹുൽ ഗാന്ധി. ഈ ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഈ മീറ്റിംഗ് നടന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തരൂർ എങ്ങനെ CPM-ലേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. CPM-ൽ പോവുകയാണെങ്കിൽ അത് UDF-ൻ്റെ വിജയപ്രതീക്ഷയേക്കുന്ന വലിയ തിരിച്ചടിയാണ്. തരൂർ BJP-യിൽ പോകുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ തരൂർ CPM-നൊപ്പം നിൽക്കുകയാണ്. CPM-നെ തുടങ്ങിയ LDF സ്ഥാനാർത്ഥിയാണെങ്കിൽ അതിന് പലതരം കാരണങ്ങളുണ്ട്. ഒന്ന്, LDF-നെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണായുധമായി മാറും. മറ്റൊന്ന്, LDF-ൻ്റെ ക്യാമ്പയിൻ്റെ ഒരു സ്പിയർ ഹെഡായി ചിലപ്പോൾ ശശി തരൂർ മാറിയേക്കാം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ സെറ്റ് ബാക്ക് ആയിരിക്കും എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ടുണ്ടായ ഒരു താൽക്കാലിക വെടിനിർത്തലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന് ഞാൻ പറയാൻ കാരണം, ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. UDF-ൻ്റെ ക്യാമ്പയിൻ സ്പിയർ ഹെഡായി തരൂർ മാറുമോ? ഒരിക്കലുമില്ല. തരൂർ ക്യാമ്പയിനിലുണ്ടാകും, പക്ഷേ തരൂർ UDF-ൻ്റെ ഒരു പ്രചാരണ മുഖമായി തരൂർ ഒരിക്കലും മാറില്ല. അതിന് കാരണം ഞാൻ പറയണം, മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയണം. തരൂർ എപ്പോൾ മുതലാണ് കോൺഗ്രസിന് തലവേദനയാവുന്നത്? തരൂർ 2009 തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വിദേശകാര്യ സഹമന്ത്രിയായതോ അല്ലെങ്കിൽ മാനവശേഷി വകുപ്പ് സഹമന്ത്രിയായതോ ഒന്നുമല്ല പ്രശ്നം. അന്ന് അദ്ദേഹം ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മനസ്സിലാക്കാൻ ആളുകൾക്ക് പറ്റാത്തതുകൊണ്ട്, ഇന്ത്യക്കാർക്ക് പറ്റാത്തതുകൊണ്ടായ വിവാദങ്ങളാണ്. തരൂർ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മുതല സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ് മോദി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ്. അത് മോദിയുടെ ഫോട്ടോ, മോദിയുടെ ഫുൾ ഫിഗർ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ പരിപാടിയായിരുന്നു. അതിൽ ചിലവാക്കിയ ഫണ്ടിൻ്റെ ബഹുഭൂരിഭാഗവും മോദിയുടെ ഫിഗർ വെച്ചുള്ള ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. അതിനാദ്യമായി സപ്പോർട്ട് ചെയ്ത ആളാണ് തരൂർ. നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2014 ഇലക്ഷൻ കഴിഞ്ഞ് 2014 ഇലക്ഷൻ കഴിഞ്ഞ് ഒരു 2 മാസം 2-3 മാസം കഴിയുമ്പോഴാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ ആ മോദി അങ്ങോട്ട് പുകഴ്ത്തിക്കളയാമെന്ന് തരൂർ തീരുമാനിക്കുന്നത്? അതിന് പിന്നിൽ ചില കഥകളുണ്ട്. അതായത് അന്ന് മുതൽ ഇന്ന് വരെ തരൂർ കോൺഗ്രസിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസിന് വെളിയിൽ പോകുക എന്നുള്ളതല്ല തരൂരിൻ്റെ ലൈൻ, തരൂരിൻ്റെ സ്ട്രാറ്റജി. കോൺഗ്രസിനകത്ത് നിൽക്കുക, കോൺഗ്രസിൻ്റെ തലവേദന സൃഷ്ടിക്കുക. അപ്പോൾ അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഈ സ്വച്ഛ ഭാരത് അഭിയാനെ പുകഴ്ത്തുന്നത് മുതൽ പിന്നെ ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യത്തിൽ അദ്ദേഹം ചെയ്തു. പക്ഷേ ഒരിക്കലും കോൺഗ്രസിന് അതിൻ്റെ പേരിൽ അദ്ദേഹം നടപടി എടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാനൊരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്, നല്ല കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ചീത്ത കാര്യങ്ങൾ വിമർശിക്കാൻ കഴിയും എന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്ന് കോൺഗ്രസിന് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, കോൺഗ്രസിന് അദ്ദേഹത്തെ പുറത്താക്കാനും കഴിയില്ല. അത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും രാജിവെച്ച് BJP-യിൽ ചേരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ശശി തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എക്സെപ്റ്റ് ഹിമന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസിൽ നിന്ന് വിട്ട് BJP-യിൽ ചേർന്ന ആളുകൾ ആരും ആ പാർട്ടിയിൽ വലിയ ആളുകളായിട്ടില്ല. അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ എന്താണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് BJP ചെയ്തിട്ടുള്ളത് പലരെയും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് അശോക്, മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രാജിവെച്ചു, മുൻ മുഖ്യമന്ത്രി രാജിവെച്ചു വരുന്നത് അതിനെപ്പറ്റി നമ്മൾ കേൾക്കുന്ന പോലുമില്ല. എക്സെപ്റ്റ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എന്തുകൊണ്ടാണ് പ്രോമിനൻസ് കിട്ടുന്നത്? അദ്ദേഹം യോഗി ആദിത്യനാഥിനേക്കാൾ കടുത്ത വർഗീയത പറയുന്നതുകൊണ്ടാണ്. തരൂരിന് ഒരിക്കലും അങ്ങനെ സംസാരിക്കാനേ കഴിയില്ല. അങ്ങനെ സംസാരിച്ചാൽ ശശി തരൂരിന് നിലവിലുള്ള ഫാൻ ബേസിലുണ്ടായി പോവുക. ഇപ്പോൾ ഹിന്ദുത്വവാദികളായ ഫാൻസിന് പോലും തരൂർ കോട്ട് സ്യൂട്ട് വരുന്ന വർഗീയത പറയുന്നത് അവർക്ക് സഹിക്കില്ല, അവരത്
അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം തരൂരിൻ്റെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കോസ്മോപൊളിറ്റൻ, ഒരു വിശ്വപൗരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമാണ്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപൗരത്വം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഫാൻ ബേസ് ഉണ്ടാക്കുന്നത്. അതേസമയം അദ്ദേഹം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP യിൽ ചേർന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ വർഗീയത പറയുകയാണെന്ന് കരുതുക, അദ്ദേഹത്തിന് നിലവിലുള്ള ഫാൻ ബേസ് തന്നെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് തരൂർ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, BJP യിലേക്ക് കോൺഗ്രസ് വിട്ട് പോവില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിനുള്ള ഓപ്ഷൻ, കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ CPM ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. ഒരുപക്ഷെ തരൂരിന് ഐഡിയോളജിക്കലി ഒരുപക്ഷെ ലെഫ്റ്റിനെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ മനം മടുത്തെങ്ങാനും കോൺഗ്രസ് വിട്ട് അദ്ദേഹം CPM ൽ ചേർന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണെന്നുള്ള ഒരു ഉറപ്പാണ്. ആ ഒരു അപകടത്തെ മറികടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചതിലൂടെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചെയ്തത്. ഇനി അതുകൊണ്ട് മാത്രം ഇനി തരൂർ നാളെ മുതൽ നല്ല മനുഷ്യനായി, മികച്ച കോൺഗ്രസ്സുകാരനായി, കേരളത്തിലെ UDF നേതാക്കൾക്ക് വേണ്ടി ഒപ്പം പ്രവർത്തിച്ച് നാളെ UDFനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അരയും തലയും കെട്ടി പുറത്തിറക്കുമെന്ന് കരുതാൻ വയ്യ. ഇതൊരു തരം അടക്കി നിർത്തലാണ് തരൂരിന്. അദ്ദേഹത്തെ ഒരിക്കലും കേരളത്തിൽ UDFൻ്റെ ഒരു ക്യാമ്പയിൻ സ്പിയർ ഉണ്ടാക്കി മാറ്റാൻ UDF തയ്യാറാവില്ല. അതിൻ്റെ കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതായത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയും എന്നാൽ തനിക്കെതിരെ ഒരു ചൂണ്ടുവിരൽ ഉയരാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഉണ്ടായേക്കാം. അദ്ദേഹം പല പ്രസ്താവനകളും UDFനെ കുഴപ്പത്തിലാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും പ്രചാരണത്തിൻ്റെ മുഖമാക്കാൻ തയ്യാറാവില്ല. അതേസമയം അദ്ദേഹം കോൺഗ്രസ് വിട്ട് LDFൽ CPM ൽ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പ്രചാരണവും തരൂരായി മാറുമായിരുന്നു. ആ ഒരു അപകടം ഒഴിവാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. അതെ, പാർട്ടിക്ക് വഴങ്ങുന്ന ഒരു തരൂരിനെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തരൂരിന് അത് എത്രത്തോളം കഴിയുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം.